വെൽക്കം ടു ഒരു കൊച്ചു ഫാമിലി. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞു നിൽക്കുക. ഞാൻ വന്ന് പോവുക ഫോൺ തോണ്ടിപ്പിത അതിന്റെ ഇടയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. സ്വീകരിക്കാനായിട്ട് സാനിറ്റൈസർ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ അവിടെ ഹാളിൽ ചെന്നപ്പോണ്ട് ഇവര് ഇങ്ങനെ ഇരിക്കണ മൂന്നാൾ. അപ്പൊ ഇന്ന് നമ്മൾ എവിടെയെന്നറിയോ? നമ്മൾ പാർക്കിലാണ്. എന്താ വെച്ചാല് ഞാൻ റിവ്യൂ ആയിട്ടോ ടൂറോ ഒന്നും അല്ല വന്നിക്കണത്. നമ്മൾ വരാൻ കാരണം ഒരു മീറ്റപ്പാണ്. ഉമ്മച്ചിന്റെ ഒരു മീറ്റപ്പാണ്. യൂട്യൂബേഴ്സിന്റെ മീറ്റിംഗ് അല്ല കേട്ടോ, അന്നത്തെ മരത്തെ മീറ്റിംഗ് അല്ല, ഉമ്മച്ചിന്റെ ഫ്രണ്ട്സിന്റെ ഒരു മീറ്റിംഗ് ആണ്. അപ്പൊ ഇനി കൂടുതൽ പറയണം, നമുക്ക് വേഗം മീറ്റ് എടുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ 10th പഠിച്ചിരുന്നവരൊരു മീറ്റപ്പാണ് കേട്ടോ ഇന്നിപ്പോൾ ഈ പാർക്കിൽ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഇവിടെ ഒരു മീറ്റപ്പ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും കാണാം കേട്ടോ. ഇവിടെ മോള് കേക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിട്ടുണ്ട്. അത് ഓളെ ഉമ്മയല്ല, ഓളെന്നെ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ ഓളെ പേര് പറ. എൻ്റെ പേര് റഷ. റഷ എന്നാണ്. എത്രയില്ല? 10th. അപ്പോൾ അതാ ഞാൻ കേക്ക് ഞാൻ നേരെ കാണിച്ചു കേട്ടോ. അപ്പൊ ഇതാണ് ആ കുട്ടീന്റെ ഉമ്മന്റെ ഫ്രണ്ടാണ്. ഇവര് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുമ്പ് ഒരു ദിവസം. അപ്പൊ ഞങ്ങൾ ഫസ്റ്റിൽ ഇപ്പൊ വരെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പോയി കാണാം, മീറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് മയക്കുണ്ട് കേട്ടോ. മയത്തു കൂടെയാണ് ഇപ്പൊ നടക്കണത്. എന്താവും അറിയില്ല. അപ്പോൾ ഞങ്ങൾ 10th ക്ലാസ് ബാച്ചിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ചങ്ങാതിക്കൂട്ടം. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പാർക്കിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഒരു മീറ്റപ്പ്. അപ്പോൾ വർഷം മീറ്റപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ സൽമാന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓളാണ് കേട്ടോ നോക്കുന്നത്. അപ്പൊ ഉമ്മാനെ സ്വീകരിക്കാനായിട്ട് സാനിറ്റൈസർ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ സൽമക്കുട്ടിന്റെ മോന്. അപ്പൊ മോള് ഇവിടെ വന്നേ. ഒരു സുന്ദരി മോളുണ്ട്. ഇത് നമ്മുടെ സൽമാന്റെ സുന്ദരി കുട്ടിയാണ് കേട്ടോ. ഇത് നല്ല ഇഷ്ടം അവളെ. ഹായ് പറഞ്ഞേ. ക്യൂട്ട് കുട്ടി. അടുത്ത ചങ്കാണ് ഷൈജ. ഫേസ് കാണിക്കാൻ താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ടാണ് മാസ്ക് ഇട്ട്. നല്ലോണം മൈലാഞ്ചൊക്കെ കേട്ടോ. വേറൊരു ചങ്കത്തിട്ടോ ഷബാന. ഈ കൊറേ ആളുണ്ട്, നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. അനിത. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 3 ആളുകളെ പരിചയപ്പെടുത്തി തരാട്ടോ. കണ്ടോ 3 ആളുകൾ. ഞങ്ങൾ മാസ്ക് ഇട്ട് നല്ല രീതിയിൽ ഞാൻ മാത്രമാണ് മാസ്ക് ഇടാത്തത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ 8 മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഞാൻ ഈ ഗെറ്റ് ടുഗദറിന് വന്നപ്പോ ഒരിക്കലും ഇവരെ കാണുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇവളില്ല, ഇവള് മാത്രമാണ് ഇപ്പൊ ഉണ്ടായിരുന്നത് ഒന്ന് വന്നത്. അവരൊന്നും ഗ്രൂപ്പിലില്ല. അപ്പൊ സെൽമ സർപ്രൈസ് ആയിട്ടിന്റെ ഒക്കെ സർപ്രൈസ് എന്നതാണ് വേണമെങ്കിൽ പറയാം. നമ്പറൊക്കെ തപ്പി പിടിച്ചെടുത്ത് വിളിച്ചിവിടെ കൊണ്ട. ഞാൻ അവിടെ ഹാളിൽ ചെന്നപ്പോണ്ട് ഇവര് ഇങ്ങനെ ഇരിക്കണ 3 ആളും. അപ്പൊ എനിക്ക് വന്ന എന്തോ ഒരു സന്തോഷം എന്നറിയാം. കാരണം ഞാൻ കുറേ പേരെ നമ്പർ തപ്പി പിടിക്കാൻ നോക്കി, എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇവരിങ്ങനെ കണ്ടപ്പോ എന്തൊരു സന്തോഷാന്നറിയോ. 8th ക്ലാസ് മുതൽ ഞങ്ങൾ 10 വരെ ഒരുമിച്ച പഠിച്ചിരുന്നു. ആ മെമ്മറി ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റൂല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട, ഞാൻ എന്നെ എങ്ങനെ ഇരുന്ന് തള്ളാണ്. കണ്ടതിൽ കൂടുതൽ സന്തോഷം. ഇത് മുംതാസ് കേട്ടോ, ഇത് ഉമേറത്ത്, ഇത് മാരിയത്ത്. കുറെ കാലമായിട്ട് ഞങ്ങൾക്കൊന്നും എല്ലാവർക്കും നമ്മളന്ന് കണ്ടതല്ലേ. ഞങ്ങൾ 10th കഴിഞ്ഞിട്ട് പിന്നെ മാരിയത്തിന് പിന്നെ 20 വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. ഞാൻ അതിന് ശേഷം പരസ്പരം മനസ്സിലായോ? നിങ്ങക്ക് ഇങ്ങനെ മനസ്സിലായി? അല്ലാതെ വ്യത്യാസമല്ല. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണു. ഞാൻ ആരൊക്കെയെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവര് 3 ആളും ഇങ്ങനെ ഇരിക്കണേ. എന്തൊരു സന്തോഷം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഫൗസിയാനെന്ന് വെച്ചാല് ഞങ്ങള് 10th ക്ലാസ്സിലൊക്കെ ഒരു ബാച്ചിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ക്ലാസ്സിലല്ലാത്തതുകൊണ്ട് അത്രയൊന്നും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായില്ല. പിന്നെ +2 മുതൽ ഞങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയർ വരെ ഒരുമിച്ചാണ് പഠിച്ചത്. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കട്ടച്ചങ്കളായി മാറിയത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് പോലും ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ വിളിക്കുന്നുണ്ട്. ഗൾഫിലാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഫൗസിയാന്റെ മോള്. ഒരു മോനുണ്ട്, ഓൻ അവിടെ നിൽക്കണം. ഓനെ വിളിച്ചിട്ട് വരുന്നോ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. കാണിച്ചോ പ്രകൃതിയെ സ്നേഹിക്കുന്ന കുട്ടി. ഇതിന്റെ കൂടെ പഠിച്ച 2 ആൾക്കാരാണ്ടോ. പേര് പറയൂ. എന്റെ പേര് അൻഷാദ്. എന്താ ചെയ്യണെന്ന് വെച്ചാ പറഞ്ഞു. ഞാൻ ഫോട്ടോഗ്രാഫിയാണ്. ഇത് പാട്ടുകാരനാണ് കേട്ടോ. ഒരു പാട്ടാടി. പാട്ടുകാരനാണെങ്കിൽ ഒരു പാട്ട് പാടുവോ? മുപ്പത് അവൾ പാടും. എന്നായിക്കോട്ടെ.
അപ്പോൾ ഈ പാർക്കിലൊരു ഹോൾ ഉണ്ടായിരുന്നു കേട്ടോ, അതിലായിരുന്നു മീറ്റപ്പ് നടന്നിരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ കുറേ കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും. ഒത്തിരി കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. പിന്നെ നല്ല ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. The next day. അപ്പൊ ഈ പാർക്കിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ അറിയോ, ഒരു ടർഫ് ഉണ്ട് കേട്ടോ അവിടെ. കണ്ടില്ലേ, നല്ല വിശാലമായിട്ടുള്ള ഒരു ടർഫാണ്. പിന്നെ ഈ സൈഡിൽ ഒരു പുഴ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ സെൻട്രലായിട്ടാണ് ഇപ്പൊ നമ്മുടെ പാർക്ക് വരുന്നത്. ഇപ്പൊ വേനലൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കുറവുണ്ട്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നിറച്ച് വെള്ളമാവും. എന്തായാലും നമുക്ക് ഞാൻ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇപ്പല്ല, കാരണം ഇപ്പൊ കരയിൽ കൂടെ ഒക്കെ വണ്ടി ഓട്ടേണ്ടി വരും. അപ്പൊ ഈ പാർക്ക് എവിടെയുള്ളതെന്ന് വെച്ചാൽ കരുവാരക്കുണ്ടാണ് കേട്ടോ. കരുവാരക്കുണ്ട് ചേറുമ്പ് ഇക്കോ വില്ലേജ് പാർക്ക് എന്നൊക്കെയാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇപ്പോ ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് ഞാനും മോളും ഋഷുവാണ് വന്നിരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഋഷുവിന് വീണ്ടും പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ഇന്നലെ അവിടെ നിന്ന് തന്നെ വന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ജ്യേഷ്ഠത്തി മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ജ്യേഷ്ഠത്തി മോളും. ഇത് വേണം ഞങ്ങൾ ഋഷു. ഞങ്ങളിവിടെ എല്ലാവരും ഇരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ ഇരിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നല്ല, ഇങ്ങനെ എല്ലായിടത്തും ഓരോ സംഭവങ്ങളുണ്ട്. സംഭവങ്ങളല്ല, ഇരിക്കണ സംഭവം. പാർക്കിലപ്പോ നമ്മള് മാത്രല്ല കേട്ടോ, കൊറേ കാക്കാള് പുഴയിൽ കുളിക്കാൻ വന്നിട്ടുണ്ട്, നീരാടാൻ വന്നിക്കാണ്. അത് ഭംഗി. കണ്ടൊരു സംഭവം അവിടെ കേട്ടോ മീറ്റപ്പ് നടന്നീനെ. ഫോണ് തോണ്ടിപ്പിത. അപ്പൊ ഇത് ഈ പാർക്കിലെ തൂക്കുപാലാണ് കേട്ടോ. അത് ഇതിലിങ്ങനെ നടക്കുമ്പോ എങ്ങനെ ആവും. എങ്ങനെ മതി ക്യാമറ ഞാൻ കൊഞ്ഞാളും. തൂക്കുപാലാവുമ്പോ പിന്നെ അങ്ങനെയാണല്ലോ, നല്ല രസമാട്ടോ നടന്നിങ്ങനെ പോവാന്. ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ വേറൊരു സംഭവം, എന്റെ ഹീലാട്ടോ എടുക്കണേ. ഞാൻ ഇതുകൂടെ നടക്കുമ്പോ ഹീല് കുളിങ്ങിയ വലിയ രസം ഉണ്ടാവില്ല. കണ്ടോ, ഒരാൾ ഇവിടെ ഭയങ്കര ഫോണും ഭയങ്കരമായിട്ടുള്ളതിലാണ്. എന്താ മോളൂസെ പണി, സ്റ്റോറി ഇടാക്കണ. അപ്പൊ അതൊക്കെയാണ് അവസ്ഥ. സിസ്റ്റേഴ്സ് ആട്ടോ. നല്ല രസമല്ലേ ഈ മോളന്റെ ചുറ്റും എന്താ തൂക്കുപാലം ഇങ്ങനെ കിടക്കുമ്പോ കാണാൻ നല്ല രസമുണ്ട്. നല്ല ഗ്രീനറിയാണ്, ഗ്രീനറി. ചിരിച്ചിട്ടോ ഐ ക്ലിക്ക്. അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് പാർക്കിന്റെ മുമ്പിലാണ് കേട്ടോ. ചിൽഡ്രൻസ് പാർക്കിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ഋഷിയൊക്കെ ഇപ്പൊ പാർക്കിൽ വന്ന ഉടനെ ഓടിപ്പോയതാണ് കളിക്കാൻ. നമുക്ക് ഋഷി എവിടെ പോയി നോക്കാം. ഋഷുവിന്റെ പല്ലൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് രാവിലെ തന്നെ പല്ലും പറിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കിടക്കേന്ന്. ബാക്കില് ചളി ആയിക്കോട്ടോ, അത് നിങ്ങൾ കാര്യാക്കണ്ട. അപ്പൊ ഞങ്ങള് പാർക്കിൽ വന്നിട്ട് കാര്യമായിട്ട് ചെയ്യാൻ പോണ എന്താ വെച്ചാൽ രസമുണ്ടോ? പിന്നെ ഭയങ്കര രസം മുതൽ തന്നെ പണി. അതാ നമ്മളെ ഉമ്മച്ചി ഇതാക്കണോ ആടണോ. ഇതൊക്കെ പോലീസ് കണ്ടന്മാരെ പിടിച്ചിട്ടുണ്ടാവും. അല്ലട്ടോ, ഇതെന്താ അറിയോ, പൊട്ടിച്ചാടാതിരുന്നാ മതി. എന്തായാലും പാർക്കിൽ വന്ന് എല്ലാരും ഫുൾ എൻജോയ്മെന്റ്. അപ്പൊ പറ്റിയത് ഒരു ഊഞ്ഞാലാണ്. അപ്പൊ എന്നെ ഊഞ്ഞാലെടുത്താ പോലീസ് കാണുമ്പോ സെറ്റ് ആവും. അപ്പൊ ഇനി നമ്മൾ ഐസ്ക്രീം വാങ്ങി തിന്നാൻ പോവാണല്ലോ.
പക്ഷെ നോക്കുക അത്രേ ഒരാളെ പല്ല് പൊട്ടിക്കട്ടെ. എന്നെ പല്ലാരെ കൊണ്ടുപോയി? ഞൊണ്ണിയായിപ്പോ. ഇവിടെ ഓലും തല കാണില്ലല്ലോ. ഉയരല്ലാത്തോണ്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല. പല്ലില്ലാത്ത കുട്ടി ചോക്കോബാർ എന്റെ കുട്ടീനെ അങ്ങനെ 3 കുഞ്ഞു ബേബീസ് ഇരിക്കണം. ഒരു പല്ലില്ലാത്ത കുഞ്ഞു ബേബി, പിന്നെ വലിയ 2 കുഞ്ഞു ബേബികള്. മൂന്നാമത്തെ ഒരു കുഞ്ഞു ബേബി ഇതാ നിൽക്കുന്നത്. മാംഗോ ബാർ ഇതെന്നാ പല്ലില്ലാത്തോണ്ട് നല്ല രസമുണ്ട് അല്ലേ? ഋഷി ഉണ്ടോ കയ്യുമ്മ എന്തോ ആക്കിയിട്ട് കൈ കഴിക്കുക, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഞാൻ പറഞ്ഞു പോവുക. എന്റെ ആദ്യത്തെ ദിവസം തന്നെ മകളാക്കൂ. വേറെ സംഭവം ഉണ്ടായിട്ടോ, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഫോൺ നോക്കുമ്പോ ഫോണ് കാണാനല്ല. എന്നിട്ട് എന്റെ അമ്മ ചിത്രാണ് ഞാനും പിന്നെ ഓളും അവിടെ ഒക്കെ തെരഞ്ഞു നടന്നു. പിന്നെ നോക്കുമ്പോ എവിടെ അറിയോ, ഞങ്ങള് ആ മറ്റേ ചായ അടിച്ചിരുന്നില്ലേ ആ സ്ഥലത്ത്, ഐസ്ക്രീം ഒക്കെ തിന്ന സ്ഥലല്ലേ, അവിടെ ഉണ്ടായിരുന്നു ആ ഫോണ്. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുക. ഒക്കെ കഴിഞ്ഞതാ, എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ച് പോയിങ്ങോണ്ട് നിൽക്കുകയാണ് വീട്ടിക്ക്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. മറ്റൊരു കിഡിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.